പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ദൈവസഭയായി തുടങ്ങിയ ഈ ഡിജിറ്റൽ മീഡിയ ഔട്ട്റീച്ച് മിനിസ്ട്രിയുടെ ഒരു വർഷം പൂർത്തിയാക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഹോദരന്മാർ മുഖാന്തരം, നമ്മുടെ സഹോദരിമാർ മുഖാന്തരം ഈ ദൈവത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കുവാൻ കർത്താവ് ഇത്രത്തോളം സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെയും ദൈവസഭയായി ഈ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം അനേകരിലേക്ക് എത്തിക്കുവാനും അത് ഇന്ന് നമ്മൾ കേട്ടതുപോലെ ആ ഒരു ശമരിയ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു വാക്കായിരിക്കും അനേകർ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത്. അതേപോലെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കും, ഇല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്നത്. ദൈവം എത്രത്തോളം സഹായിച്ചു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയാവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെ ഈ മിനിസ്ട്രി അനേകർക്ക് ഉപകാരമായി തീരുവാനും ഈ ദിവസങ്ങൾ അത് അനേകർ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുവാനും ദൈവം സഹായിക്കട്ടെ. ഈ വർഷക്കാലം ദൈവം നമ്മളിരിക്കുന്ന തീം കർത്താവ് വരുവോളം അവൻ്റെ വ്യാപാരം ചെയ്യുവാൻ. അതുകൊണ്ട് നമ്മൾ ആരും മടുത്തു പോകാതെ ഈ കർത്താവിൻ്റെ വ്യാപാരത്തിൽ തന്നെ ആയിരിക്കുവാനും മുൻപോട്ടും കർത്താവിൻ്റെ വ്യാപാരം ചെയ്തു പോകുവാനും ദൈവം നമുക്ക് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഫേസ്ബുക്ക് ചാനലിലെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വായിക്കാം. എല്ലാവരും ഹല്ലേലൂയ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്താൽ തുടങ്ങിയ ഈ മിനിസ്ട്രി അത് അനേകരിലേക്ക് എത്തുവാൻ, അനേകർ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുവാൻ, അനേകനെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ വരുവാൻ പോകുന്ന ആ മശിഹ, ആ കർത്താവിൻ്റെ ആ മശിഹ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമ്മളുടെ ദൈവം ചാനലിനെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അപ്പച്ചാ, ഈ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതാ. കർത്താവെ, ഞങ്ങളുടെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങോട്ട് തിരുമുഖത്തേക്ക് നോക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നാഥാ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ കർത്താവെ അങ്ങത് തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. കർത്താവെ, ഈ ഒരു വർഷം ഞങ്ങൾ കടന്ന് കൊണ്ട് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയൊന്നല്ലാതെ വേറൊന്നുമില്ല നാഥാ. ഇത്രത്തോളം ദൈവം നടത്തിയപ്പാ, ഇത്രത്തോളം ദൈവം സഹായിച്ചു നാഥാ. കർത്താവെ, കഴിഞ്ഞ ഒരു വർഷക്കാലം അനേകമായ കണ്ടന്റുകൾ കർത്താവെ, വിവിധമായുള്ള സുവിശേഷത്തിൻ്റെ വശങ്ങൾ കർത്താവ് അനേകരിലേക്ക് എത്തിക്കുവാൻ ദൈവം സഹായിച്ച കൃപകൾക്കായി നന്ദി പറയുന്നു. അതിനായി ദൈവം ഞങ്ങളുടെ സഹോദരന്മാരെ ബലപ്പെടുത്തിയതിനായി, ഞങ്ങളുടെ സഹോദരിമാരെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. അവർക്ക് കൊടുത്ത നല്ല ഐഡിയാസിനായി സ്തോത്രം ചെയ്യുന്ന നാഥാ. അവർ കൊടുത്തിരിക്കുന്ന സുവിശേഷ ഹല്ലേലൂയ കണ്ടന്റുകൾക്കായി സ്തോത്രം ചെയ്യുന്ന നാഥാ. പിന്നെയും തുടർമാനവും ഹല്ലേലൂയ കർത്താവ് തന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നാഥാ. കർത്താവ്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കർത്താവ്, ഈ ഈ ആധുനിക ലോകത്ത് ഹല്ലേലൂയ ദൈവം കാണിച്ചു വന്നിരിക്കുന്ന ഈ ഒരു മാധ്യമ മുഖാന്തരം ദൈവത്തിൻ്റെ സുവിശേഷം ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കുവാൻ, കർത്താവെ അനേകരിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, അനേകർ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ കർത്താവെ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായവനാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. കർത്താവ് തന്നെ ഇതിന് അനുഗ്രഹത്തോടെ മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങൾ ദൈവസഭയായി ചേർന്ന് ഈ ഫേസ്ബുക്ക് ചാനലിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാഥാ. ഇതൊരു അനുഗ്രഹമായി അനേകർ രക്ഷയ്ക്ക് മുഖാന്തരമായി ഒരു വിടുതലായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്തൃമാനം ദൈവം തന്നെ ഞങ്ങളെ നയിക്കണമേ. കർത്താവിന് സുവിശേഷം പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഒരുവോളം അങ്ങയുടെ വ്യാപാരം ചെയ്യുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സഭയായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.